ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CSIR ഫിസിക്സിൻ്റെ പരീക്ഷ ഇങ്ങ് അടുക്കുകയാണ്. നമുക്ക് ഡിസംബർ 18-ാം തീയതിയാണ് ഇപ്പോഴത്തെ ടെൻറ്റേറ്റീവായിട്ടുള്ളൊരു ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. 100% അത് മാറാൻ ഒട്ടും സാധ്യതയൊന്നുമില്ല, അത് റീഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പഠനം വളരെ സീരിയസ് ആയിട്ട് വളരെ ഇൻറ്റൻസ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് ഈ ലാസ്റ്റ് 30 ഡേ ലാപ്പ് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് 30 ഡേയിൽ നമുക്ക് നമ്മുടെ പഠനവും റിവിഷനും എക്സാമും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണം. നേരത്തെ നമ്മൾ ജൂലൈയിലൊക്കെ ഇത് പഠിച്ചു, ഓഗസ്റ്റിൽ ഇത് പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു റിവിഷൻ ഷെഡ്യൂളും നിങ്ങൾ ഉണ്ടാക്കി ആ ഷെഡ്യൂളിൽ വെച്ചിട്ട് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ലാസ്റ്റ് 30 ഡേ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തെ നമ്മുടെ പെർഫോമൻസ് ആണ് നമ്മുടെ റിസൾട്ടിനെ ഏറ്റവും കാര്യമായിട്ട് ബാധിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അങ്ങ് മറക്കുക. ഇനിയുള്ള സമയം എക്സാമുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിച്ച് എക്സാമിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി ഓരോ എക്സാമുകളും നമ്മുടെ വീക്ക്ലി 2 എക്സാമുകൾ CCയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 എക്സാമിനും നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിച്ച് അതിൻ്റെ പോർഷൻസ് എന്ത് വില കൊടുത്തും കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് നല്ല റാങ്കിലേക്ക് എത്താനും പിന്നെ എക്സാമിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും സോൾവ് ചെയ്ത് സംശയങ്ങളൊക്കെ തീർത്ത് ആ എക്സാം കംപ്ലീറ്റ് ആക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പഠനമാണെങ്കിലും നമുക്ക് ഈ നെറ്റിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യു ഷുഡ് സ്റ്റഡി ഫോർ അബൌട്ട് 16 to 18 hours എ ഡേ. അത്രയും സമയമെങ്കിലും നിങ്ങൾ മിനിമം പഠിക്കണം. ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂൾ അതിനനുസരിച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് പഠനത്തിന് കൂടുതൽ സമയം കിട്ടുന്ന രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യുക. നിങ്ങളുടെ ടൈം ടേബിൾ അതിനനുസരിച്ച് ട്യൂൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ റിവിഷന് വേണ്ടിയുള്ള ഷെഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ CCന്നാണെങ്കിൽ അതിന് ടൈം ടേബിൾ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. ഇനി CCയിലെ സ്റ്റുഡൻസ് അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഷെഡ്യൂൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ദെൻ ഒരു ദിവസത്തിൽ ഇത്ര സമയം നിങ്ങൾ പഠിക്കാനും ഇത്ര സമയം റിവിഷനും വേണ്ടി മാറ്റിവെക്കുക. ദെൻ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ഇനിയുള്ള ഒരു മാസം ഒരു ദിവസം പോലും കളയാതെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫോണിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് കുറച്ച്, റീല് കാണുന്നതൊക്കെ കുറച്ച്, സമയത്ത് ഉറങ്ങാനും സമയത്ത് എണീക്കാനും പഠനം ഏറ്റവും സീരിയസ് ആയിട്ട് ഏറ്റവും പ്രൈമായിട്ട് കൊണ്ടുപോകാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പഠനം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. ഈ ഒരു മാസക്കാലം നിങ്ങൾ ഏറ്റവും അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡീസിലേക്കായിരിക്കണം. പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എത്രയും പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ച കാര്യങ്ങൾ വായിക്കുക എന്നുള്ളതല്ല, എന്നത് മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിക്കുക. വീണ്ടും നമ്മുടെ ഡെറിവേഷൻസ് ഒന്നും ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഒന്ന് നോക്കുക, നേരത്തെ ചെയ്ത പ്രോബ്ലംസ് നോക്കുക. ഓരോ പ്രോബ്ലത്തിനും നമ്മൾ ഓരോ ടാക്ടിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ടാക്ടിക്സ്. എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആ ടാക്ടിക്സ് ഉപയോഗിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ദെൻ സോൾവ് ദാറ്റ് പ്രോബ്ലം വൺസ് മോർ. പ്രോബ്ലം സോൾവിങ്ങിന് ഒരു തവണ കൂടി പ്രോബ്ലംസ് നമ്മൾ നേരത്തെ സോൾവ് ചെയ്തത് അത് ഒന്നുകൂടി ചെയ്യുക. അല്ലാതെ ഡെറിവേഷൻസ് വീണ്ടും അത് ചെയ്യേണ്ട കാര്യമില്ല. ഡെറിവേഷൻസ് നിങ്ങളുടെ അറിവിലേക്കാണ് അത് തന്നിരിക്കുന്നത്. നിങ്ങളുടെ നോളജ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് ഡെറിവേഷൻസ് തന്നിരിക്കുന്നത്. ഡെറിവേഷൻസ് ഒന്നുകൂടി നോക്കണ്ട, നിങ്ങൾ പ്രോബ്ലംസ് വീണ്ടും വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ആപ്പിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ്, ലൈവിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ്, എക്സാമിന് വന്ന പ്രോബ്ലംസ്, റിവിഷൻ ടെസ്റ്റുകൾക്ക് വന്ന പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങൾ വീണ്ടും വർക്കൗട്ട് ചെയ്യുക. അത്രയും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പേപ്പർ മാക്സിമം ഒരു 3-4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. റിവിഷൻ പിന്നെ പഠിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഷെഡ്യൂളുണ്ട്. നിങ്ങൾക്ക് ഓരോ വീക്കും നിങ്ങൾക്ക് വരുന്ന 2 എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഷെഡ്യൂളുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ബേർഡൻ കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാലും ഈ ബേർഡൻ്റെ അവസാനം യു വിൽ ബി റിവാർഡഡ്. യു ഷുഡ് ഇൻവെസ്റ്റ് സംതിങ്
യു ഷുഡ് ഇൻവെസ്റ്റ് സംതിങ് വാല്യുവബിൾ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിവാർഡ് കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ മനസാന്നിധ്യം എല്ലാം പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകും. സോ CC 30 ഡേ ഒരു സ്റ്റഡി പ്ലാനും ഒരു ലൈവ് പ്ലാനുമായിട്ടാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ 30 ഡേ ഷെഡ്യൂൾ. സോ 30 ദിവസം കൊണ്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടൊരു സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞങ്ങൾ ഈ ഒരു ടൈം ടേബിളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊരു മോഡൽ ടൈം ടേബിളാണ്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ് വിത്തിൻ 30 ഡേയ്സ്. സോ പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ പിറ്റ്ഫോൾസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസം അഡീഷണൽ എടുത്താലും പ്രശ്നമില്ല. സോ ലെറ്റ് us go to it. സോ ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ we will be starting with vector calculus and linear algebra. So first 4 days കൊണ്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ വെക്ടർ കാൽക്കുലസ് ആൻഡ് ലീനിയർ ഓൾജിബ്ര, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഫൂറിയർ സീരീസ് ആൻഡ് ലാപ്ലേസ്, ഫൂറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, ദെൻ കോംപ്ലക്സ് അനാലിസിസ്, ദെൻ പ്രോബബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 4 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. സോ മാത്തമാറ്റിക്കൽ ഫിസിക്സിന് കംപ്ലീറ്റ് ആയിട്ട് 4 ദിവസം. സോ CCയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ എത്ര ദിവസമുണ്ട്, ഓരോ ദിവസവും നിങ്ങൾക്ക് വൈകുന്നേരം 8 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുമുണ്ട്. സോ അത്രയും ലൈവ് ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ. സോ 4 ദിവസം 8 മണിക്കൂർ ലൈവ് ക്ലാസ്സും 4 ദിവസം ഇത്രയും സമയവും. സോ 64 മണിക്കൂർ. നിങ്ങൾ 16 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 64 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ അതാണ് നമ്മുടെ ഷെഡ്യൂൾ. സോ ദെൻ അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സിന് നമ്മൾ 2 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. സോ 2 ദിവസം നിങ്ങൾ 16 മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ 32 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. സോ ദെൻ നിങ്ങൾക്ക് 4 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളുമുണ്ട്. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾ റിവൈസ് ചെയ്ത ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രോബ്ലംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 2 മണിക്കൂർ നിങ്ങൾക്ക് ഏകദേശം ഒരു 25 മുതൽ 30 വരെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ 4 ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അബൌട്ട് 100 ക്വസ്റ്റ്യൻസ്. സോ പിന്നെ 2 ദിവസത്തെ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അബൌട്ട് 50 ക്വസ്റ്റ്യൻസ്. സോ അത്രയും ക്വസ്റ്റ്യൻസും ആ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണ്. സോ അത്രയും എഫക്റ്റീവായിട്ടാണ് നമ്മൾ 30 ദിവസത്തെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 6 days, 7th day will be devoted for your revision test. സോ ആ റിവിഷൻ ടെസ്റ്റിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സും ഒരു കോർ പേപ്പറും ഒരു നോൺ കോർ പേപ്പറും, അറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സ് നോൺ കോർ പേപ്പർ എന്ന് പറയാൻ പാടില്ല കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. സോ മാത്തമാറ്റിക്കൽ ഫിസിക്സും അറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സിൻ്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് 7th ഡേയിൽ. സോ ആ റിവിഷൻ ടെസ്റ്റ് 3 hour ടെസ്റ്റ്. 3 hour ടെസ്റ്റിൽ നിങ്ങൾക്ക് അബൌട്ട് 100 പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടാവും. സോ അത്രയും റിവിഷൻ ടെസ്റ്റുകളും കൂടി ആ ഒരു റിവിഷൻ ടെസ്റ്റും കൂടി എഴുതി കഴിയുമ്പോഴത്തേക്കും യുവർ പ്രിപ്പറേഷൻ ഫോർ ദീസ് 2 papers വിൽ ബി ഓവർ. ഓക്കെ. ദെൻ കം ടു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. 8th day മുതൽ നമുക്ക് 11th day 4 ദിവസമാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്കായിട്ട് ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. സോ 4 ദിവസം നിങ്ങൾക്ക് വീണ്ടും 64 മണിക്കൂർ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പഠിക്കാനുള്ള സമയമുണ്ട്. ദെൻ അവിടെയും നിങ്ങൾക്ക് 8 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, പെർ ഡേ 2 hours. സോ അവിടെ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ദെൻ മാക്സ്വെൽസ് ഇക്വേഷൻസ്, ഇലക്ട്രോ മാഗ്നറ്റ് EM വേവ്സ് ആൻഡ് വേവ് ഗൈഡ്സ്, ദെൻ റേഡിയേഷൻ, അവിടെ ലിനാർഡ് വിഷാൽ പൊട്ടൻഷ്യൽസ്, ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യൽസ്, റിട്ടാർഡ് പൊട്ടൻഷ്യൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആദ്യത്തെ 3 ദിവസങ്ങളിൽ പഠിക്കാത്ത കാര്യങ്ങൾ 4ാമത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാം. 4ാമത്തെ ദിവസം കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. സോ ദെൻ 2 ദിവസമാണ് നമ്മൾ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന് വേണ്ടി ഇട്ടേക്കുന്നത്. അവിടെ നിങ്ങൾക്ക് 32 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാം. ദെൻ അവിടെ 4 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ദെൻ അവിടെ എൻസംബിൾസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം തെർമോഡൈനാമിക്സും ഒരു ദിവസം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ആണ് പഠിക്കുക. സോ അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ലൈവ് ക്ലാസ്സുകളും കൂടി ആകുമ്പോൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവും. Then on the 14th day your revision test will be there. Revision test will be on electromagnetic theory and statistical mechanics. വളരെ നല്ല എക്സാം ആയിരിക്കും. 2 നല്ല പേപ്പറുകളാണല്ലേ. സോ നിങ്ങൾക്ക് നല്ല ഒരു എക്സാം നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. സോ
So on the 14th day, you will have a super revision test. Okay, then come to 15th day. So 15th day മുതൽ 18th day വരെ 4 ദിവസം നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാനുള്ള സമയമാണ്. So classical mechanics, we will study Lagrangian and Hamiltonian dynamics, central force problem, then rigid body dynamics, small oscillations and special theory of relativity. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ 4 ദിവസം കൊണ്ട് കവർ ചെയ്യുക. വീണ്ടും 64 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാനുള്ള സമയമുണ്ട്. 8 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളുണ്ട്. 8 മണിക്കൂർ ലൈവ് ക്ലാസ്സിൽ 100-ലധികം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യും. സോ ക്ലാസിക്കൽ മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് വരെ വരാവുന്ന ഒരു പോർഷനാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് 2 പ്രോബ്ലംസ് വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുമാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. സോ നിങ്ങൾ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. ദെൻ 19th day and 20th day ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. അപ്പോൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നിങ്ങൾക്ക് വീണ്ടും 32 മണിക്കൂർ പഠനവും 4 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളുമാണ്. സോ അതിന് ശേഷം നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റാണ്. സോ ന്യൂക്ലിയർ ഫിസിക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂക്ലിയർ മോഡൽസ്, റേഡിയോ ആക്ടിവിറ്റി ഒരു ദിവസവും, ദെൻ പാർട്ടിക്കിൾ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ് ഒരു ദിവസം, പാർട്ടിക്കിൾ ഫിസിക്സ് വേറൊരു ദിവസവുമാണ്. സോ അവിടെ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ന്യൂക്ലിയർ ഫിസിക്സിലെ ന്യൂക്ലിയർ സ്ട്രക്ചർ, ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ്, ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ റേഡിയോ ആക്ടിവിറ്റി, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കും. ദെൻ അവിടെ സെമി എംപിരിക്കൽ ഫോർമുല, ഷെൽ മോഡൽ, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, അങ്ങനത്തെ മോഡൽസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ദെൻ സ്പിൻ പാരിറ്റി റിലേഷൻസ്, അതെല്ലാം. ദെൻ പാർട്ടിക്കിൾ ഫിസിക്സ് വരുമ്പോൾ നിങ്ങൾ അവിടുത്തെ സർവ്വ കാര്യങ്ങളും നിങ്ങൾ ഒരു ദിവസം കൊണ്ട് റിവൈസ് ചെയ്യും. സോ ഇത്രയുമാണ് നമ്മൾ വീണ്ടും 6 ദിവസത്തേത്. 7ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും റിവിഷൻ ടെസ്റ്റ് ഇരിക്കും. റിവിഷൻ ടെസ്റ്റിന് നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സും ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. അതും വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സാം ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെയും ഒരു 100 ക്വസ്റ്റിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ കം ടു നെക്സ്റ്റ് ഡേ 22 to 25. സോ 4 ദിവസം നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ് പഠിക്കുക. വീണ്ടും 64 മണിക്കൂർ പഠനം, 8 മണിക്കൂർ ലൈവ് ക്ലാസ്. സോ അവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഓപ്പറേറ്റർ ആൾജിബ്ര, കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഒരു ദിവസം, പൊട്ടൻഷ്യൽ വെല്ല്, ആംഗുലാർ മൊമെൻ്റം ആൾജിബ്ര, സ്പിൻ ആംഗുലാർ മൊമെൻ്റം ആൾജിബ്ര വേറൊരു ദിവസം, പെർട്ടർബേഷൻ തിയറി ഒരു ദിവസം, സ്കാറ്ററിംഗ് തിയറി വേറൊരു ദിവസവും. സോ ഇവിടെ സ്കാറ്ററിംഗ് തിയറി എന്ന് പറഞ്ഞിട്ടേക്കുന്നത് ഒരു പോർഷൻ മാത്രമാണ്. എന്തായാലും നമുക്ക് ആദ്യത്തെ 3 ദിവസത്തെ കുറച്ച് പോർഷൻസ് 4ാമത്തെ ദിവസത്തേക്ക് തള്ളി വെക്കേണ്ടി വരും. സോ അതിനുവേണ്ടിയാണ് 4ാമത്തെ ദിവസം കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. സോ 4ാമത്തെ ദിവസം അത്രയേ ഉള്ളൂ, പാടാനുള്ള സമയമില്ല. നമുക്ക് 4ാമത്തെ ദിവസം ബാക്കിയുള്ള പോർഷൻസും കൂടി പഠിച്ച് തീർക്കേണ്ടി വരും. സോ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യന് 10-ലധികം ക്വസ്റ്റ്യൻസ് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ബി ആൻഡ് സി പാർട്ടിൽ. സോ ഇവിടെയും നിങ്ങൾക്ക് 100 ചോദ്യത്തോളം, നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിനുശേഷം നമ്മൾ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലേക്കാണ് പോവുക. സോ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് 2 ദിവസത്തെ പഠനമാണ്. 32 മണിക്കൂർ പഠനം, 4 മണിക്കൂർ ലൈവ് ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഈ 32 മണിക്കൂർ പഠനം, 32 മണിക്കൂർ കൃത്യം 32 ആകുമ്പോൾ എഴുതിന് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. 32 തികഞ്ഞില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് പറയുന്നില്ല. നിങ്ങൾ 32 എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ പഠിക്കാം. ഇനി ജോലി ദൂരെയാണ്, അവിടെയാണ്, ഇവിടെയാണ്, യാത്രയുണ്ട്, അതുകൊണ്ട് ഇതുണ്ട് എന്ന് പറയുന്ന എക്സ്ക്യൂസ് പറയുന്നവർക്ക് 32 മണിക്കൂർ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ 32-ൽ കൂടുതൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതം. ഓക്കെ, സോ ഒരു ദിവസം 16 മണിക്കൂർ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. 6 മണിക്കൂർ ഉറക്കം, 2 മണിക്കൂർ മറ്റ് മിസലേനിയസ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് റീല് കാണാനോ യോഗ ചെയ്യാനോ ഇതിനോ ഒക്കെ സമയമുണ്ട്. അപ്പം ഒത്തിരി സമയമുണ്ട് അല്ലേ. ബാക്കി പൈസയ്ക്ക് സ്വർണം പൂശിക്കുമെന്ന് പറയുന്ന പോലെ 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സമയം കൃത്യമായിട്ട് പാലിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ വിനോദ പരിപാടികളൊക്കെ ഒന്ന് കുറച്ച് പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മറ്റ് വിനോദ പരിപാടികളിൽ ആത്മവിശ്വാസം ഉണ്ടാകും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആകെ വെട്ടി വിയർക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് കൂടുതൽ ഇരുന്ന് പഠിക്കുക. ദെൻ 28ാമത്തെ ദിവസം നമ്മൾ റിവിഷൻ ടെസ്റ്റാണ്. അവിടെ ക്വാണ്ടം മെക്കാനിക്സും അതിൻ്റെ മൂത്ത സന്തതിയായ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സും കൂടിയാണ് നമ്മൾ റിവിഷൻ ടെസ്റ്റിന് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ 29, 30 ദിവസങ്ങളിൽ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കും. അപ്പോൾ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഇവിടെ 32 മണിക്കൂർ പഠനം, 4 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ, സെമി കണ്ടക്ടർ ഡിവൈസസ്, അവിടെ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഫെറ്റ്, ജെഫെറ്റ്, മോസ്ഫെറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കും. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ് ടെക്നിക്സ് ഒക്കെ കൂട്ടി 2ാമത്തെ ദിവസവും നിങ്ങൾ പഠിക്കും. സോ ഇത്രയുമാണ് നമ്മുടെ 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ.
ഇപ്പോൾ ഈ 30 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ഒരു കാര്യം നമ്മൾ പാർട്ട് എ എന്നൊരിടത്തും എടുത്തു പറഞ്ഞിട്ടില്ല. അവിടെ വീഴ്ച പറ്റുന്നത് നിങ്ങൾക്കായിരിക്കും. പാർട്ട് എ പറഞ്ഞിട്ടില്ലല്ലോ, പാർട്ട് എ പഠിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ചുമ്മാതിരിക്കുന്ന സമയങ്ങളിൽ പഠിച്ച് മടുക്കുമ്പോൾ, സബ്ജക്റ്റ് പഠിച്ച് മടുക്കുമ്പോൾ പാർട്ട് എയുടെ ബുക്ക് എടുത്ത് പാർട്ട് എ ഒന്ന് പഠിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ സ്കിൽസ്, അങ്ങനത്തെ ന്യൂമറിക്കൽ ടെക്നിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നത് നല്ലതാണ്. മാത്തമാറ്റിക്കൽ എബിലിറ്റീസൊക്കെ അവിടെ വളർത്താം. അപ്പോൾ പാർട്ട് എ പ്രത്യേകം സമയം നമ്മൾ 30 ദിവസത്തെ ടൈം ടേബിളിൽ അലോട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതി പാർട്ട് എ പഠിക്കാതിരിക്കരുത്. പാർട്ട് എ പഠിക്കാതിരുന്നാൽ അത് ആത്മഹത്യാപരമാണ്. നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ നെറ്റ് പോയി കഴിയുമ്പോഴായിരിക്കും പാർട്ട് എയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. സോ അതുകൊണ്ട് പാർട്ട് എ ഉപേക്ഷിക്കരുത്. പാർട്ട് എ അതിൻ്റേതായ പ്രാധാന്യത്തോടെ പഠിച്ചോണം. പാർട്ട് എയിൽ നിന്ന് നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ വാരി വലിച്ച് പാർട്ട് എ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ബിയിലും സിയിലും ഈ പറഞ്ഞ പരിപാടി നടക്കാത്തത് കൊണ്ട് പാർട്ട് എയിലേക്ക് നമ്മൾ ഈ കാറടച്ച് വെടിവെക്കുന്ന പരിപാടി നമ്മൾ പാർട്ട് എയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പാർട്ട് എ നമുക്ക് പണി തരും. അത് ശ്രദ്ധിക്കുക. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയിട്ട് ഇറങ്ങിപ്പോരുന്നതാണ് മാന്യത. അല്ലെങ്കിൽ CSIR നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പാർട്ട് എ നിങ്ങൾ അതിൻ്റേതായ സമയം കൊടുത്ത് നിങ്ങൾ പഠിച്ചോണം. പാർട്ട് എക്ക് നമ്മൾ സ്പെഷ്യലി ടൈം ഡിവോട്ട് ചെയ്തിട്ടില്ല. സോ ഇതിനിടയ്ക്ക് പാർട്ട് എ പുട്ടിന് പീര ഇടുന്നത് പോലെ കുത്തി ഇടയ്ക്ക് പഠിച്ചോണം കേട്ടോ. സോ പാർട്ട് എക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ 2 മോഡൽ എക്സാമുകൾ, ഇതെല്ലാം കൂടെ കൂട്ടി 2 മോഡൽ എക്സാമുകളും കൂടി എഴുതും. അപ്പോൾ ഇത്രയും മോഡൽ എക്സാമുകളും ഇത്രയും റിവിഷൻ എക്സാമും കൂടെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം പരീക്ഷ എഴുതാനുള്ള പരുവത്തിൽ എത്തും. സോ അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് വളരെ ആത്മവിശ്വാസത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇനി അസുഖങ്ങളൊന്നും വരുത്തി വെക്കാതെ നിങ്ങളുടെ ഹെൽത്ത്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു. മനസ്സിനൊരു ആത്മവിശ്വാസം ഉണ്ടാവും, മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. സോ ഇത്രയുമാണ് നമ്മുടെ 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഈ 30 ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾ സർവാത്മന സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് JRF എന്നുള്ള ലക്ഷ്യത്തിൽ സുഖമായിട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഉഴപ്പാതെ വളരെ നന്നായിട്ടിരുന്ന് പഠിച്ചാൽ, ഈ ദിവസത്തിനുള്ളിൽ എനിക്കിത് പഠിച്ചു തീർക്കണമെന്ന ആർത്തിയോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനും പറ്റും, നിങ്ങൾക്ക് JRF നേടാനും പറ്റും. യാതൊരു തർക്കവും വേണ്ട. സോ ഇനിയുള്ള സമയം മറ്റ് കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കുറയ്ക്കുക. ജോലിയൊക്കെ ഉണ്ടാവും, ശരിയാണ്. ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ലീവ് എടുത്ത് ഈ 1 മാസക്കാലം ഇരുന്ന് പഠിക്കുക. ഇനി ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ജോലിയിലേക്കുള്ള നിങ്ങളുടെ ആത്മാർപ്പണം കുറച്ചിട്ട് പഠനത്തിലേക്ക് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജോലി കുറച്ച് പഠനം കുറച്ച് കൂട്ടി നിങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് നല്ല ഒരു പഠനകാലം ആശംസിക്കുന്നു. 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഡിസംബറിലെ 30 ഡേ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ ഉടനെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ 30 ദിവസം കൊണ്ട് എങ്ങനെയാണ് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുന്നതെന്നും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആക്ഷൻ പ്ലാൻ എന്താണെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സോ നമ്മുടെ എക്സാം ഫോക്കസ് ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. സോ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ഡിസംബറിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാനും JRFോട് കൂടി നെറ്റ് ക്വാളിഫൈ ചെയ്യാനുമുള്ള ഞങ്ങളുടെ ശ്രമങ്ങളാണ് നിങ്ങളിപ്പോൾ ടൈം ടേബിളിൻ്റെ രൂപത്തിൽ കണ്ടത്. അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻസും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും നമ്മുടെ അസൈൻമെൻറ്റുകളും വർക്കൗട്ട് ആക്ടിവിറ്റീസും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മളുടെ ടൈം ടേബിളിൻ്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ 16 മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ, 16ൽ കൂടുതൽ നിങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ 1 മാസക്കാലം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങൾ ജോയിൻ ചെയ്താൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ആണ് നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. സോ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ എക്സാം എഴുതാനായിട്ടുള്ള എല്ലാ വിഭവങ്ങളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തയ്യാറാണ്. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. സോ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ welcomes you all to this exam focus batch for December 2025, and we wish you all the best for your studies.
അപ്പോൾ CSIR ജേണി വളരെ ആസ്വാദ്യകരമാകട്ടെ. നിങ്ങളുടെ പഠനം നല്ല നിലവാരത്തിലേക്ക് ഉയരട്ടെ. നിങ്ങൾക്ക് ഡിസംബറിൽ തന്നെ JRFോട് കൂടി പാസ്സാവാൻ ഇടവരട്ടെ എന്ന് CCയുടെ ആശംസകൾ നിങ്ങളെ അറിയിക്കുന്നു. സോ നിങ്ങളെല്ലാവരെയും കോമ്പറ്റേറ്റീവ് ക്രാക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് we will meet you with another video. Thank you.